അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. സമ്മർ ലീസ് ബീച്ച്. ഇത് യുകെയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ച് എന്നാണ് പറച്ചില്. സോ വി നീഡ് ടു എക്സ്പ്ലോർ എങ്ങനെ ഉണ്ടെന്ന്. വ്യൂ പൊളി കേട്ടോ. ഇറക്കാനോ തണുപ്പാണ്. മൈരേ ഞാൻ പട്ടാണി അവിടെ ഇരിക്കുള്ളൂ. നിന്റെ പട്ടാണി ആയിട്ട് നിന്റെ നിന്റെ പട്ടാണി ഞാൻ പൊക്കം വിടും അവിടെ. ഹലോ തൂ, നിന്റെ പട്ടാണി പൊക്കം വിടുവല്ലേ ഇവന് ഇറങ്ങിയില്ലെങ്കിൽ കേട്ടോ. ശൗനകുമാരി അയ്യോ മയ്യുണ്ട്. നേരെ വാ. എത്ര അത്രയുണ്ടോ? അപ്പൊ എനിക്ക് പറ്റത്തില്ലല്ലോ. ഇത് തെന്ന് സാധനമല്ലേ? ഞാനിത് ഇതിത്ര പേര് I wanna kiss you before the sun goes down. It's what you're doing, making me feel like I'm falling. And when you're moving, I can hear my calling. There's no one else here that I see but you. It's what you're doing, that's making me feel like I'm falling. Yeah, I'm falling in love. Falling in love. You set my wheels in motion. I'm going crazy for you. Eyes blue like the ocean. I can see you want this too. Cause you've been looking at me all night, trying to figure me out. I just wanna let you know. ഓക്കെ, അപ്പം ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് വന്ന് ഞങ്ങൾ ലിഡിലിൽ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അതെ, ചിക്കൻ കറിയും റൈസും ആണേ. ചിക്കൻ കറി വാങ്ങിച്ചിട്ടുണ്ട്, ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കറി വെക്കാൻ. കിട്ടുന്ന മസാല വെച്ചിട്ട് അതെ, ലിഡിലിൽ കിട്ടുന്ന മസാല എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഓയിലും എല്ലാം ഉണ്ട്, റൈസും മുട്ടയും ബസ്മതി എല്ലാം. അവനവിടെ സുഖിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ അരി, പാത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട്, പിച്ചാത്തിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗ്ലാസ്, പ്ലേറ്റ്സ് എല്ലാം ഉണ്ട്. സോ നമ്മൾ ജസ്റ്റ് ചിക്കൻ കണ്ടില്ലേ, അരി ആദ്യം കഴുകണം. സോ അരി നമ്മൾ കഴുകിയെടുത്ത് കേട്ടോ. അരി കഴുകിയെടുത്ത് വെള്ളം തിളപ്പിച്ച് അതിൽ അരി ഇടണം. ക്ലീനിങ് വൺ. കുഴപ്പമില്ല. കത്തി എവിടെയാണോ? കത്തി ഫസ്റ്റ് ഡ്രോയിലുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ഡ്രോയിലുണ്ട്. ഇതിൻ്റെയാ അതാ. ഓക്കെ, വെള്ളം വേണോ? ഇത്ര വരില്ലേ? സോ ചിക്കൻ്റെ തൊലി കളയണം. അതിന് ചിക്കൻ തൈ പീസാണ് വാങ്ങിച്ചത്. സോ അതിൻ്റെ തൊലി കളയുക. അപ്പം നമുക്ക് വേറെ ചെറിയൊരു എല്ലും കിട്ടും, അതിൽ ദശയുണ്ടാവും. നമ്മൾ വെറുതെ അതിന് വേണ്ടി കിടന്ന് പണിയുണ്ടല്ലോ. ഫുൾ ചിക്കൻ വാങ്ങിച്ച് അത് വെട്ടി അതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ
ഇതാണ് ശരിക്കും എളുപ്പം. ഇതിപ്പം നമുക്ക് ഇന്ന് വൈകിട്ടും നാളെ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് കാണാനൊക്കെ. അപ്പോൾ ആ വഴി നമുക്ക് പോകുമ്പം അവിടെയും നമ്മൾ പാഴ്സൽ കൊണ്ടുപോകുമ്പോൾ, അതായത് പാത്രം നമ്മൾ വാങ്ങിച്ചായിരുന്നു, നമ്മൾ അവിടെ കഴിക്കാൻ നമുക്ക് കിട്ടുമല്ലോ. എല്ലാം കൂടെ നോക്കിയാണ് നമ്മൾ വാങ്ങിച്ചത്. എണ്ണ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. എണ്ണ അവിടുന്ന് ഉള്ളി തൊലിക്കുന്നുണ്ട്. ഉള്ളി തൊലിക്കുന്നുണ്ടോ? ഏട്ടനെ കണ്ടില്ലേ അവിടെ നിന്ന് ഉള്ളി പൊളിക്കുന്നത്? ഉള്ളി തൊലിക്കുവാണേ. കണ്ടോ? കണ്ണ് നിറന്നുണ്ടോ? ഏയ് ഡാ എഴുന്നേക്കടാ, പണിയെടുക്കടാ. ഓംലേറ്റ് അടിക്കാൻ കൊടുത്തവന്. അതെ, മസാല നമുക്ക് കിട്ടിയത് ഇതാണ്. ഇന്ത്യൻ കട ഇവിടെ ഉള്ള കടയിൽ നോക്കിയുള്ള പൊടിയെല്ലാം എടുത്ത് നമുക്ക് മസാല എന്തോ മുട്ടയല്ലേ. നമുക്ക് യോഗട്ട് നല്ല കട്ടത്തൈര് കിട്ടിയിട്ടുണ്ട്. പക്ഷേ തൈരും നമ്മളിതിനകത്തിടും. എന്നിട്ട് നമ്മളങ്ങോട്ട് ഇളക്കും. ഇത് അപ്പുറമായിരിക്കും. നമ്മൾ പൊക്കാതിരുന്നാൽ പോരെ. ഓക്കെ, ഇതുകൊണ്ടല്ലേ പിന്നെ അല്ലാണ്ട് അതിന് എളുപ്പമുണ്ടായിരുന്നു. രാവിലത്തേക്ക് ചാക്കരി വേവിച്ച് ഉറക്കൊന്നുമില്ല. മറ്റേ ഉപ്പം പോണാനോട് പോകായിരുന്നു. അറക്കാൻ ഞാൻ വാള് കൊണ്ടുവരായിരുന്നു. ഓക്കെ, ഇനി നമ്മളിത് മാറിനേറ്റ് ചെയ്യണം. ഓക്കെ, പാത്രമില്ല, നമുക്ക് ചെറിയ പാത്രമില്ലേ ഉള്ളൂ. സോ നമ്മളുള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അയ്യോ, നമ്മളൊരു കാര്യം മറന്നുപോയി. എന്താണെന്ന് ഗസ് ചെയ്യും. ഉപ്പിട്ടില്ല. ഉപ്പല്ല, ഗസ് ചെയ്തോ. ഗസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ആര് ഗസ് ചെയ്യണ്ടോ? നീ ഗസ് ചെയ്യുന്നില്ലേ? അതിനകത്തിട്ടെ ഞാൻ പറയട്ടെ എന്നാന്ന്. ഊട്ടത്തിൻ്റെ തൊലി ഞാൻ മറന്നുപോയി ഇടക്കിക്കളെ. അല്ല, മേടിക്കാൻ മറന്നു എന്ന് പറഞ്ഞേ. മാറി കേട്ടാ, ഏട്ടനാണ് മേടിക്കാൻ മറന്നത്. ഞാൻ മേടിക്കാൻ മറന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഓർക്കുന്നില്ല. നാരങ്ങ. അല്ല, ഇച്ചിരി ഉപ്പിട്ടേടാ, ഉപ്പ് കുറവാ. ഓക്കെ, ഞാൻ ബെതറി ഇട്ടു. നന്നായിട്ടിട്ടോ, ഭയങ്കര കുറവ്. ആ മതി മതി. വറക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഇത്രയും വറുത്ത് വരുമ്പോഴത്തേക്കേ വറക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ കറി വെക്കുക, പുരട്ടി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ തൈരൊക്കെ ഇട്ടിട്ട് വെച്ചേ. ആ ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്കത് മസാല നമ്മുടെ മാറിനേറ്റ് റെഡി ആയിട്ടുണ്ട്. 3 നിമിഷം നേരം കൊണ്ട് റൈസ് ഉണ്ടാക്കി, മുട്ട പുഴുങ്ങിയെടുത്ത്, ചിക്കൻ കറി അത് 2ആയിട്ടാണ് വെച്ചത്, കാരണം പാത്രത്തിൻ്റെ പരിമിതി മൂലം. പിന്നെ ഏട്ടനിവിടെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ മിനി കുക്കിംഗ് റെഡിയായി. അതെ ആണല്ലേ? അതെ. ചോറ്, തിളക്കണ ചിക്കൻ കറി, മുട്ട പുഴുങ്ങിയത്, തൈര്. തൈരോ? യെസ്, ചല്ലാസ്. ചലാസ്. കുരിശ് വരയ്ക്കണം അമ്മ. പോട്ടെ പോണേ. ആദ്യം കറിയാണോ എടുക്കുന്നത്? ചോറ് ഇളക്കിയതാ. മതി കേട്ടാ, എനിക്ക് മതി. ഒത്തിരി ചോറുണ്ട്.
കഷ്ണങ്ങൾ ഇട്ടു. ലിഡിൽ മസാല വെച്ചുള്ള കറി കണ്ടാ ഉപ്പില്ലേ ഇച്ചിരി കൂടുതൽ ഉപ്പില്ലേ ഇച്ചിരി ചാറ് ഒഴിച്ചു. ചാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പൊറോട്ട ഉണ്ടാക്കി ചാറിനെ കുതിർത്തി മസാല ഇല്ലാന്നുള്ള സെറ്റ് മാത്രമേ ഉള്ളൂ. ആ ഇതാണ് കറി. ഇതും കറി അതും കറി എങ്ങനെയുണ്ട് നല്ല അറിയാം. പറയടാ എങ്ങനെയുണ്ട്? സൂപ്പർ. ലിഡിൽ ചിക്കൻ കറി ഒരു ലിഡിൽ സംരംഭം. ലിഡിൽ ഭാരത ഇതാണ്. വിശപ്പിന് കഴിക്കാം അല്ലേ? നമ്മൾ മറ്റേ ചിക്കൻ കറി കഴിച്ച് വെച്ചാണ് പിന്നെ പ്രശ്നം. ചിക്കൻ മസാല ഫ്ലേവർ ഇട്ടാതെ ചിക്കൻ സീസണിങ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ടേസ്റ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഇന്നലെ കറിയും ചിക്കൻ കറിയും ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ എത്ര 1 മണി 1:30 എന്നിട്ട് ഇപ്പോൾ രാവിലെ ഇവിടെ 10:30 അവൻ എഴുന്നേറ്റ് കുളിക്കാൻ പോയിരിക്കുന്നു. ഞങ്ങളിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു. ഫുഡ് ഇനിയും കഴിക്കണം, ബാക്കിയുണ്ടല്ലോ ചോറും ചിക്കൻ കറി. അതെ, വീണ്ടും പിന്നെ പാഴ്സൽ എടുക്കാൻ കാണും. മുട്ട പിഴിഞ്ഞതുണ്ട്. എന്നിട്ട് ഫുള്ള് ചോറും ചിക്കൻ കറി. എന്നിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. വീണ്ടും അവൻ കുളിക്കുക, കുളിച്ചിട്ട് വരട്ടെ അല്ലേ. രാവിലെ അവൻ കുളിച്ച് വന്ന് വീണ്ടും ഇന്നലെ കറിയായിരുന്നല്ലോ, രാവിലെ റോസ്റ്റ് ഞാൻ സെപ്പറേറ്റാണ് ഉണ്ടാക്കിയത്. ചോറും കറി പാത്രം ഇല്ലാത്ത കഴുകാൻ മടിയായിട്ടാ. ഓക്കെ, സ്ഥലം നോക്കണം. ഒരു കാര്യം അകത്ത് കയറിയാ നീ അവിടെയാ മാറ്റാം. മുന്നോട്ട് മാറിയപ്പോ കേട്ടോ മൈൻഡ് വലിയല്ല. അൽപ്പാക്ക കറുപ്പുണ്ടോ അവിടെ? നമ്മൾ ക്ലോവല്ലി വില്ലേജ് വന്നു. ടിക്കറ്റ് എടുക്കണം. കടല് അതിൻ്റെ ഒരു ബോട്ട് പോകുന്നുണ്ടോ അല്ലേ കൊടുക്കുന്നത്? പോകുന്നല്ലാതെ എന്തൊരു വ്യൂ അല്ലേ, എന്തൊരു സ്ഥലമാണ്. ശല്യപ്പുറത്തെ ആടി ഞാൻ വേണേ കേട്ടോ. സാധനം എടുക്കാൻ നമുക്ക് ഷഡ്ഡി ഉണ്ടല്ലോ.
നമ്മള് വേറൊരു ബീച്ച് ഡെസ്റ്റിനേഷനിൽ വന്നു കേട്ടോ. ആകെ ട്രിപ്പിൽ നടന്നേക്കുന്ന തീറ്റയും കൂടി മാത്രമല്ല നടന്നിട്ടില്ല, ബീച്ചും. ഇവരുടെ കൂടെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. ഞങ്ങള് ഹൈക്ക് ചെയ്യുന്നവരാ, നമുക്ക് മലയും കാടും പറ്റൂല അല്ലേ? ഈ മൈര വണ്ടിക്കകത്ത് ഉറങ്ങിട്ടുണ്ട്. അതെ, അവിടെ നിന്ന് കേറിയപ്പോ രാവിലെ ഒരു തീറ്റ, അത് കഴിഞ്ഞ പോയി ഒന്ന് മുടി വെട്ടിയിട്ട് ഒരു തീറ്റ. അത് ആരും മുടി വെട്ടി? നീ ഉച്ചയായപ്പോ മുടി വെട്ടിയതാരാ? അത് ഞാൻ തീറ്റ അല്ല, അത് വേറെ. ഉച്ചയായപ്പോ അടുത്ത തീറ്റ, പോയ പോക്കിന് പറ്റാങ്ങിട്ട് ബർഗറും മറ്റേ കൂടെ തീറ്റ. അത് കഴിഞ്ഞ് പോയ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചോറും മറ്റേ ചിക്കൻ കറി ബർഗർ അതിലെല്ലാം കൂടെ വേറെ തീറ്റ. വൈകിട്ട് റൂമിൽ ചെന്നിട്ട് 12 മണി ആയപ്പോ ഇരുന്ന് ബിരിയാണി ഉണ്ടാക്കി കയറ്റത്. തിന്ന ഇത് കഴിഞ്ഞിട്ട് പരിപാടിയില്ല. പായസമായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും എന്റെ ദൈവമേ, തിന്നാൻ വേണ്ടി ടൂർ പോകുന്നമാരാണ്. ഞാനല്ലേ, എനിക്കങ്ങനെ, ഞാൻ ഡയറ്റിങ്ങാ. 10 കിലോ കൂടിയ 2 ദിവസം കൊണ്ട്. ഞങ്ങളങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവനെ ഞങ്ങള് കൊണ്ടുവിടാൻ പോവാ. അവൻ പോവുകയാണ്, അങ്ങനെ വട്ട് പോവുകയാണ്. അവൻ പോവാട്ടാ. കരഞ്ഞ എടാ, അച്ചാറും ചമ്മന്തിപ്പൊടിയും പ്രീതമ്മ പറഞ്ഞതാ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി ഉണ്ട്. എന്തായാലും ചോറിനുമ്പം കുഴച്ചാ തിന്നുന്നേ, വയറ്റിൽ ചെല്ലുമ്പോ അതിലും വലിയ കുഴയാവും. എടുക്കുന്നതിൽ എളുപ്പമല്ലേ, മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടാ മതി. ഏട്ടനാ പറഞ്ഞ ഈ ഐഡിയ. നമുക്കിനി എത്ര മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ വീട്ടിലോട്ട്? അയ്യോ, ഇപ്പൊ സമയം എത്രയായി? സമയം എത്ര? 12:45. നമ്മളൊക്കെ രാത്രി വീട്ടിൽ ചെല്ലുമ്പോ 3 മണി. 3 മണിക്കൊന്നും ചെല്ലൂല. അതും കഴിയുവോ? ഇടയ്ക്ക് വല്ല റെസ്റ്റ് ഒക്കെ എടുക്കാൻ കേറുമ്പോ അതും കഴിയും. ഒരു 4 മണി കൂട്ടാ. ഞാൻ എന്തെടുക്കുക? കാരണം കിടന്നുറങ്ങുവാണോ? ഇവിടെ കിടന്നുറങ്ങുവാണോ? ഞാൻ അവിടെ ഒറ്റയ്ക്ക് വരുന്ന ഏ സമയം? അവിടെ തിരിച്ചു വരുന്ന സമയത്ത് എത്ര മണിക്ക്? നീ 10 മണിക്കൊക്കെ വരാറില്ലേ? 10 മണിക്ക് പണി പോകണ്ട ഞാനോ? ഞാൻ രാവിലെ 5 മണിക്ക് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് പണിക്ക് പോകത്തല്ലേ. ഓ, അപ്പം അല്ലാണ്ട് നീ 5 മണിക്ക് വന്നിട്ടുണ്ടോ ഇവിടെ? പിന്നെ ഞാൻ എന്നിട്ട് കാണിക്കൂടേ കൊറേ എടുത്ത് ബാഗിനകത്ത് ബാഗിന്റെ സൈഡിൽ കയറുമോ? അതിന്റെ ഭയങ്കര സൈഡ് അവന്റെ പേസ്റ്റും ബ്രഷുവാ. പിന്നെ എങ്ങനെ കയറാനാ? എടാ ചുമക്കുന്നുണ്ടല്ലോടാ, പനിയാ. നാളെ സിക്ക്. അതെ. എടാ ചമ്മന്തിപ്പൊടി അച്ചാറും വെച്ച് സെറ്റ്. ഇല്ല, ട്രാവലറാന്ന് കേട്ടിട്ടുണ്ട്. ഫോൺ എടുത്തു, ലോക്ക് ചെയ്തിട്ടുണ്ടോ? ചാർജർ എടുത്തു. കാരണം തറയിന്ന് പാടിച്ചിട്ടുണ്ട്. നിന്റെ ഗ്ലാസ്, സൺഗ്ലാസ്, അതാ സാധനം മറക്കുന്നത്.
ഓക്കെ ഞാൻ നിങ്ങൾ പോയിട്ട് വാ. നിനക്കന്ന് ഹോളിഡേ അവധി? അടുത്ത ഹോളിഡേ നമ്മൾ പിടിക്കുന്നു. നമ്മൾ ചേട്ടനെ പോകുന്നു. ചേട്ടനടുത്ത് വാവ് നിന്റെ ഷീറ്റടുത്താണല്ലോ അല്ലേ? കയറുമ്പോളാ വണ്ടിക്കകത്ത് എന്തിനെടുത്തോ എന്നാ വേണ്ടേ? കിക്കി അപ്പൊ ഓക്കെ അല്ല അമ്പരം ഒന്നും പറയടാ. ചേട്ടൻ കയറി അപ്പുറേക്ക് അയ്യോ വണ്ടിക്കകത്ത് മൊത്തം ചപ്പും ചവറുവാ. ഞങ്ങൾ ഇതിന് മെസ്സേജ് അയക്കാം. നീ എന്നായാലും എടിക്കുമ്പോൾ വിളിക്കാം കേട്ടാ. ഓക്കെ ബൈ ബൈ. നീ കയറിക്കോ. ബൈ ടാറ്റാ. വൈകിട്ട് അവിടെ നിന്ന് പോകുന്ന ഞങ്ങൾ ഇവിടെ 5 മണിയാകാൻ പോകുന്നു. 4:51. അവിടെ നിന്നൊരു 3-3.25 മണിക്കൂർ ഇരുന്നങ്ങ് ഓടിച്ചു. ഞാനങ്ങ് ഇരുന്ന് കൊടുത്തു. ഞങ്ങളിപ്പോൾ 2 മിനിറ്റുള്ളിൽ വീടെത്തും. വെളുപ്പിനെയായി. അവിടെ വെളുപ്പിനെയായി. വെട്ടാക്ക വീണു. അടിപൊളിയായി. അങ്ങനെ 2 ദിവസത്തെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി നിൽക്കുക. വീട്ടിലെത്തിയില്ല, വീട്ടിലെത്തും. നമ്മളെ ഡ്രൈവർ സ്തൽബർ പറ 1 മിനിറ്റ് കൂടെ ഉള്ളു ഇനി വീട്ടിലെത്താൻ. 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീടെത്തും. 3.25 മണിക്കൂർ ഞാൻ ഓടിച്ചു. എന്റെ ഫസ്റ്റ് ലോങ് ഡ്രൈവ് എവർ. എൻജോയ് ചെയ്തില്ലേ? ഇൻ മൈ ലൈഫ്. എൻജോയ് ചെയ്ത് വഴിയെ പോയവരെല്ലാരും തെറി വിളിച്ചാ വന്നേ. ഞാൻ ആരെയും തെറി വിളിച്ചില്ല. അവരൊന്നും കറക്റ്റ് ആയിട്ട് ഡ്രൈവിംഗ് അനുസരിച്ച് ഡ്രൈവ് ചെയ്യുന്നില്ല. അതെ, ഞങ്ങൾ ആ സമയത്ത് വീട്ടിലെത്തി ഇറങ്ങാൻ പോവാ. അതെ. എന്റെ പൊന്നെ